നിരോധിക്കപ്പെട്ട ടെററിസ്റ്റ് സംഘടനയായിട്ടുള്ള ഖലിസ്ഥാൻ. ഈ ഖലിസ്ഥാൻ എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ഈ ഖലിസ്ഥാനോട് ആഭിമുഖ്യമുള്ള പല സംഘടനകളുമുണ്ട്. എന്നാൽ ഖലിസ്ഥാനികളാണ് ഞങ്ങൾ എന്ന് തുറന്നാരും വാദിക്കാറില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ടെററിസ്റ്റ് ഇസ്ലാമിക ഭീകര സംഘടന ഇന്ത്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമിക് സ്റ്റേറ്റിലുള്ളവനാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. മറിച്ച് ഇവർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയായി മാറാനായിട്ട് സാധിക്കും. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലുള്ള തരികിട കാണിച്ചൊക്കെ നിൽക്കാനൊക്കെ സാധിക്കും. അതുപോലെ ഈ ഖലിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകൾ ഒരുപാട് കാനഡയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നരേന്ദ്രമോദി ജസ്റ്റിൻ ട്രൂഡോയുമായി ഉടക്കി, ജസ്റ്റിൻ ട്രൂഡോ അവിടെ നിന്ന് ഇറങ്ങി എല്ലാം അടിച്ച് നിരപ്പാക്കി കയ്യിൽ കൊടുത്തതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബാൻഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ SFJ ഹാസ് ഓപ്പൺഡ് സോ കോൾഡ് എംബസി ഓഫ് ഖാലിസ്ഥാൻ. ഖാലിസ്ഥാൻ്റെ ഒരു എംബസി ഇപ്പോൾ കനേഡിയൻ സോയിലിൽ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഖലിസ്ഥാൻ ഒരു എംബസി, അതൊരു രാജ്യമാണ്. ഒരു രാജ്യമാണെങ്കിൽ മാത്രമേ അവിടെ ഒരു എംബസി തുറക്കാൻ പറ്റൂ. അങ്ങനെ ഒരു എംബസി ഇപ്പോൾ കനേഡിയൻ സോയിലിൽ ഇൻസൈഡ് എ സർവേർ ഗുദ്വാര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിന് ബ്രിട്ടീഷ് കൊളംബിയ സർക്കാർ $150,000 അതിന് ഫണ്ടായി നൽകിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും സം റിപ്പോർട്ട്സ് ക്ലെയിം ഇറ്റ് ഈസ് നൗ ദെയർ സോവറിൻ ടെറിട്ടറി ഇംപ്ലൈയിങ് കനേഡിയൻ ലോസ് വിൽ ബി നോ ലോങ്ങർ ബി എൻഫോഴ്സ്ഡ് ദെയർ. അതായത് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ, അതായത് ഈ ഖാലിസ്ഥാൻ എംബസി നിൽക്കുന്ന സ്ഥലവും ആ ഭൂപ്രദേശവും ഇപ്പോൾ ഖലിസ്ഥാൻ്റെ ഒരു പരമാധികാര പ്രദേശമായി മാറാൻ പോകുന്നു, അല്ലെങ്കിൽ മാറിയിരിക്കുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. അവിടെ കനേഡിയൻ മണ്ണിലാണെങ്കിലും കനേഡിയൻ നിയമങ്ങൾ അവിടെ ഇംപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ആ കനേഡിയൻ നിയമങ്ങൾ അവിടെ നിഷ്പ്രഭമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഇതിനെ വളരെ ഗുരുതരമായി തന്നെയാണ് കാണുന്നത്. ഖലിസ്ഥാൻ ഒരു എംബസി അത് കനേഡിയൻ സോയിലിൽ വന്നിരിക്കുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കൊളംബിയ സർക്കാർ അതിന് $150,000 ടാക്സ് പെയർ മണിയിൽ നിന്ന് കൊടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കനേഡിയയിലും ഇന്ത്യക്കെതിരെയും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.